അതിർത്തിയിൽ സംഘർഷം രൂക്ഷമാവുന്നതിനിടെ പാകിസ്ഥാൻ മുന്നറിയിപ്പുമായി നാവികസേന. അതിർത്തി കടന്നാൽ തകർക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഇതിനിടെ കശ്മീർ അതിർത്തിയിൽ വീണ്ടും പാകിസ്ഥാന്റെ പ്രകോപനമുണ്ടായി. കുപ്വാര, ബാരാമുള്ള, പൂഞ്ച്, നൌഷേര, അഖ്നൂർ സെക്ടറുകളിൽ നിയന്ത്രണ രേഖ മറികടന്ന് പാകിസ്ഥാൻ വെടിയുതിർത്തു. കരസേന ശക്തമായി തിരിച്ചടിച്ചു. രഞ്ജിത്ത് രാമചന്ദ്രൻ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. രഞ്ജിത്ത്, ഇത് തുടർച്ചയായ 8ാം ദിവസമാണ്, പക്ഷെ അപ്പോഴും ശക്തമായ തിരിച്ചടി നൽകുന്നുണ്ട്. അതിർത്തി കടന്നാൽ തകർക്കുമെന്ന മുന്നറിയിപ്പ് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? ശ്രീജ, ഏതായാലും ശക്തമായ മുന്നറിയിപ്പാണ് പാകിസ്ഥാന് തുടർച്ചയായി ഇന്ത്യൻ സേന നൽകുന്നത്. ഇപ്പോൾ നാവികസേനയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ മുന്നറിയിപ്പ് ശ്രദ്ധേയമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കപ്പൽ ഗതാഗതത്തിനടക്കം നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള ആലോചനകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ തുറമുഖങ്ങളിലേക്ക് പാകിസ്ഥാന്റെ കപ്പലുകൾ, പാക് കപ്പലുകൾ വരുന്നതടക്കം നിരോധിക്കാനുള്ള തീരുമാനമാണ്. വ്യോമ ഗതാഗതവുമായി ബന്ധപ്പെട്ട നിയന്ത്രണം കഴിഞ്ഞ ദിവസം ഇന്ത്യ ഏർപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കപ്പൽ ഗതാഗതവും നിയന്ത്രിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനിടയിലാണ് ഇനി ഇന്ത്യൻ അതിർത്തി ഭേദിച്ചാൽ തകർത്ത് കളയും എന്ന് തന്നെയാണ് നാവികസേന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. കര, നാവിക, വ്യോമസേനകൾ സജീവമായി തന്നെ, ഏറ്റവും ശക്തമായി തന്നെ രംഗത്തുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി അധ്യക്ഷതയിൽ ചേർന്ന ദേശീയ സുരക്ഷാ സമിതി യോഗമടക്കം നമ്മുടെ സേനകൾക്ക് പൂർണ്ണ അധികാരം തിരിച്ചടിക്ക് നൽകുകയും മറ്റും ചെയ്തത്. അതനുസരിച്ചുള്ള തയ്യാറെടുപ്പുകളാണ് ഈ 3 സേനകളും നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിർത്തിയിൽ പടക്കോപ്പുകൾ കൂടുതലായി എത്തിച്ചു തുടങ്ങി കരസേന എന്നുള്ള വിവരങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. നാളെ വരെ അറബിക്കടലിൽ അഭ്യാസം തുടരാൻ നാവികസേന തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് റഫേൽ, പുതുതായി എത്തിയ റഫേൽ യുദ്ധവിമാനങ്ങളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അഭ്യാസ പ്രകടനങ്ങൾ നടത്തും എന്നുള്ള സൂചനകൾ കൂടി ലഭ്യമായിട്ടുണ്ട്. ഇതിനിടെ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം വരുന്നത് പാകിസ്ഥാന്റെ സേനകളും ഇത്തരത്തിലുള്ള ചില അഭ്യാസ പ്രകടനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യയുടെ അഭ്യാസ പ്രകടനത്തിന് ഒരു സമാനമായ രീതിയിൽ തന്നെ അവരും അത്തരത്തിൽ അവരുടെ ശക്തി തെളിയിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഏതാണ്ട് യുദ്ധസമാനമായ അന്തരീക്ഷം അതിർത്തികളിൽ നിലനിൽക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. സേനകൾ കൂടുതൽ പടക്കോപ്പുകൾ എത്തിക്കുന്നു, കൂടുതൽ സന്നാഹങ്ങൾ ഒരുക്കുന്നു, അതിശക്തമായ മുന്നറിയിപ്പ് നൽകുന്നു. നേരത്തെ നമുക്കറിയാം, പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രിയൊക്കെ ഭയപ്പെട്ടിരുന്നത് പോലെ ഏത് നിമിഷവും ആക്രമണം ഉണ്ടാകുമെന്ന് ഇപ്പോഴും അവർ ഭയപ്പെടുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭീകരർക്ക് അടക്കം സുരക്ഷ ഏർപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനിടെ കശ്മീരിലേക്ക് വന്നാൽ അവിടെ ശ്രീനഗറിൽ ശക്തമായ തെരച്ചിൽ ഇപ്പോൾ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. പല ആളുകളെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഈ പാക് ഭീകരരുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം 6 ഭീകരരാണ് ആക്രമണത്തിൽ പങ്കെടുത്തിരുന്നത്. ഇവരുമായി ബന്ധപ്പെട്ട് പ്രാദേശികമായ ചില സഹായങ്ങൾ ലഭ്യമാകുന്നുണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. തെക്കൻ കാശ്മീരിലാണ് ഭീകരരുള്ളത് എന്നാണ് ഇപ്പോൾ NIA കണ്ടെത്തിയിരിക്കുന്നത്. ഈ മേഖലകളിലാണ് ഇപ്പോൾ ശക്തമായ തെരച്ചിൽ മുന്നോട്ട് പോകുന്നത്. പ്രാദേശികമായി ഇവർക്ക് സഹായം ചെയ്യുന്ന ആളുകളെ വളരെ കൃത്യമായി സേന ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇതിനിടെ ചൈനീസ് നിർമ്മിത സാറ്റലൈറ്റ് ഫോണുകൾ കണ്ടെത്തി എന്ന വിവരം കൂടി പുറത്തുവിടുന്നുണ്ട്. ഭീകരർ ഉപയോഗിച്ചിരുന്നത് ഈ ചൈനീസ് നിർമ്മിത സാറ്റലൈറ്റ് ഫോണുകളായിരുന്നു. ഇത് കണ്ടെത്തിയെന്നും അങ്ങനെയാണെങ്കിൽ അതിന്റെ സോഴ്സ് അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ അന്വേഷണം നടത്തും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനിടെ മറ്റു ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്, ഈ മാസം ഏപ്രിൽ 15-നാണ്, കഴിഞ്ഞ മാസം 15-നാണ് ഭീകരർ പഹൽഗാമിൽ എത്തിയത്. അന്വേഷണ ഉദ്യോഗസ്ഥർ അത്തരത്തിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. കോർനാഥ് വനമേഖലയിലേക്കാണ് ഈ ഭീകരർ ആദ്യഘട്ടത്തിൽ എത്തിയതെന്നും കൂടുതൽ മേഖലകളിൽ ഇവർ ആക്രമണം നടത്താൻ, കാരണം വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട കൂടുതൽ മേഖലകളിൽ ആക്രമണം നടത്താൻ ഇവർ സന്നദ്ധരായിരുന്നു എന്നുമൊക്കെ ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കാരണം ഇവർ സംസാരിച്ച ചില നാട്ടുകാരുമായി, ഈ ഭീകരർ എത്തിയ ശേഷം ഇവർ സംസാരിച്ച ചില നാട്ടുകാരുമായി സൈന്യം സംസാരിക്കുകയും അവരുടെ മൊഴി രേഖപ്പെടുത്തുകയും മറ്റും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ചില വിവരങ്ങളിലേക്ക് സൈന്യം എത്തുന്നത്. മറ്റൊന്ന്, പാകിസ്ഥാനിൽ ഇന്ത്യൻ ഗാനങ്ങൾ, അതായത് FM റേഡിയോകൾ, പാകിസ്ഥാനിലെ FM റേഡിയോകൾ നിരോധിച്ചു എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, പാകിസ്ഥാനിലെ പ്രധാന നടന്മാർക്കൊക്കെ ഇന്ത്യ വിലക്കേർപ്പെടുത്തിയ പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. ഇതിന് തിരിച്ചടി എന്നോണമാണ് ഇപ്പോൾ ഇന്ത്യൻ ഗാനങ്ങൾ, FM റേഡിയോകൾ നിരോധിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ അതിർത്തിയിൽ തുടർച്ചയായി പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. നേരത്തെ ശ്രീജ പറഞ്ഞതുപോലെ ബാരാമുള്ള, കുപ്വാര, പൂഞ്ച്, അഖ്നർ എന്നീ സ്ഥലങ്ങളിൽ വലിയ വെടിവെപ്പ് സംഭവിക്കുന്നു. അവർ വെടിവെക്കുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇന്ത്യൻ സേന കൃത്യമായി തന്നെ ഇതിനെ തിരിച്ചടിക്കുകയും മറ്റും ചെയ്യുന്നുണ്ട്. ഇതിനിടെ ഇന്ത്യ ആക്രമിച്ചാൽ തിരിച്ചടിക്കും എന്നുള്ള പാക് വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവനയും ശ്രദ്ധേയമായി എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സിന്ധു നദീജലം തടസ്സപ്പെടുത്തുന്നത് ആക്രമണമായി കണക്കാക്കുമെന്നുള്ള നിലപാട് പാക് മേധാവികൾ, കരസേന, വ്യോമസേന മേധാവികളൊക്കെ മുന്നോട്ട് വെക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന് വേണം
മനസ്സിലാക്കാൻ പാകിസ്ഥാന്റെ വ്യോമസേന ഒരേ സമയം 3 അഭ്യാസങ്ങൾ നടത്തുന്നു എന്നുള്ള വിവരമാണ് ഇഘട്ടത്തിൽ പുറത്തുവരുന്നത്. വിസായ് ഇ ബദർ, ലാൽക്കർ ഇ മോമിൻ, സർബ് ഇ ഹെദാരി എന്നിവയാണ് ഇവയിൽ ഉൾപ്പെടുന്നത് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. F-16, J-10, JF-17 തുടങ്ങിയ യുദ്ധവിമാനങ്ങളൊക്കെ ഇവർ ഇതിന് ഉപയോഗിക്കുന്നു. കാരണം അവർക്ക് ലഭ്യമായ എല്ലാ പ്രധാനപ്പെട്ട ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു അഭ്യാസമൊക്കെയാണ് ഇപ്പോൾ നടത്തുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇതിനിടയിൽ സിയാൽകോട്ട് സെക്ടറിലെ സാധ്യമായ ഇന്ത്യൻ വ്യോമാക്രമണങ്ങൾ നടത്തുന്നുള്ള പാകിസ്ഥാൻ സൈന്യം ഇതുമായി ബന്ധപ്പെട്ട റഡാർ സംവിധാനങ്ങളൊക്കെ പുതുതായി ആവിഷ്കരിക്കുന്നുണ്ട് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സാഹചര്യങ്ങൾ കലുഷിതമാണ്. സേനകൾ ഇന്ത്യൻ സേന ശക്തമായ തിരിച്ചടികളും മുന്നറിയിപ്പുകളും മറ്റും തുടർച്ചയായി നൽകുന്ന പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വെക്കണം. ഇതിനിടയിലാണ് ഇപ്പോൾ കപ്പൽ ഗതാഗതവും നിയന്ത്രിക്കാനുള്ള തീരുമാനവുമായി ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. ശ്രീജ, രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. വിശദമായ വിവരങ്ങൾ. ഇന്നും അതിർത്തിയിൽ പ്രകോപനം തുടരുകയാണ്. പക്ഷേ ശക്തമായി തിരിച്ചടിക്കുന്നുണ്ട് ഇന്ത്യൻ സൈന്യം. മാത്രമല്ല, അതിർത്തി കടന്നു വന്നാൽ തകർത്ത് കളയുമെന്നാണ് ഇന്ത്യൻ നേവി നൽകുന്ന മുന്നറിയിപ്പ്.